ആ നാമത്തോട് നമ്മളെ കടിക്കപ്പെട്ടിരിക്കുക. സ്തോത്രം. जैसा हमने गीत में गाया कि इस दुनिया में और आने वाले युग में भी हमें एक ही नाम से हमें जोड़ा गया है, उस नाम का महिमा हो। ഇന്ന് പ്രവചനപരമായ ചില വിഷയങ്ങളാണ് നമ്മൾ എടുക്കാൻ ആഗ്രഹിക്കുന്നത്. आज भविष्यवाणी के संबंध में कुछ बातों को लेना का आग्रह है। നമ്മള് ഇസ്രായേൽ മക്കൾ അവരുടെ ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ചില അനൗൺസ്മെന്റുകളൊക്കെ നടത്തുകയുണ്ടായി. हम देखते हैं कि अभी लेटेस्ट जो इजराइल का टेम्पल इंस्टीट्यूट है, जहाँ पर मंदिर के संबंध के बारे में सब बातें वो लोग बताते हैं, उधर के इंस्टीट्यूट ने एक खबर सुनाया। അവര് 26 ഈ വർഷമോ അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യത്തിലോ അവര് ദേവാലയം പണിയും എന്നുള്ളത് ഉറപ്പായി പറഞ്ഞിരിക്കുകയാണ്. उन लोगों ने ये साल नहीं तो 2027 का शुरुआत में ही मंदिर का बांधने का काम शुरू करेंगे करके ऐसा उन लोगों ने घोषणा किया है। അപ്പോൾ കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവ് പറഞ്ഞ ചില പ്രവചന കാര്യങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിൽ നമുക്കൊന്ന് ചിന്തിക്കാം. इस संबंध में प्रभु ने जब इस दुनिया में रहते समय में मंदिर के विषय में कुछ बातें कहा था, उसमें हम थोड़ा ध्यान देंगे। മത്തായി 24 അധ്യായത്തിലാണ് അവിടെ ശിഷ്യന്മാര് കർത്താവിനെ ദേവാലയം പണിതിരിക്കുന്നത് കാണിക്കാനായിട്ട് അവനെ അവിടെ ദേവാലയത്തിൽ കൊണ്ടുപോയി നമ്മൾ കാണുന്നുണ്ട്. मത്താई का पुस्तक उसका 24वां अध्याय में है। वहां पर चेले लोग यीशु को यरूशलेम के उधर बैठकर वो लोग चेले लोग प्रभु को मंदिर के विषय में पूछते हैं। അപ്പോൾ അതിന്റെ 3-ാം വാക്യത്തില് 24:3 വായിക്കുന്നുണ്ട്. और उसका तीसरा वाक्य पढ़ते समय में हम देखते हैं कि तीसरा पढ़े। और जब वह जैतून पहाड़ पर बैठा था तो चेलों ने अलग उसके पास आकर कहा, हमसे कहा कि ये बातें कब होगी और तेरे आने का और जगत का अंत का क्या चिन्ह होगा। ഓക്കെ, അപ്പൊ കർത്താവിന്റെ വരവിന് ലോകാവസാനത്തിനും അതിനുള്ള ലക്ഷണങ്ങൾ എന്താണ് എന്ന് കർത്താവ് അതിനോട് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞ ചില കാര്യങ്ങളാണ് നമ്മൾ 24-ാം അധ്യായത്തിൽ വായിക്കുന്നത്. तो जब चेले लोग ने पूछा कि तेरा दोबारा आने का और जो है मंदिर का विषय की बातों के विषय में और दुनिया का अंत के विषय में क्या चिन्ह है करके जब प्रभु को सवाल पूछते समय में उसका जवाब है वो 24वां अध्याय में हम पढ़ते हैं। അപ്പോൾ അതിന്റെ 12-ാമത്തെ വാക്യവും 12 മുതൽ 14 വരെ വാക്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. आज हम लोग 12 से लेकर उसका 14 तक का विषय को आज हम देखेंगे। അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും, എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. पढ़ना 12-13। और अधर्म के बढ़ने से बहुतों का प्रेम ठंडा हो जाएगा, परंतु जो अंत तक धीरज धरे रहेगा उसी का उद्धार होगा। ഓക്കെ, അപ്പൊ കർത്താവ് ഇവിടെ പറയുന്നത് സഭയുടെ റാപ്ചറിനെ കുറിച്ചല്ല, യഹൂദന്മാർക്ക് വേണ്ടി കർത്താവ് വരുന്നതിനെ കുറിച്ചുള്ള തെളിവുകളാണ്, അതിന്റെ കാര്യങ്ങളാണ് കർത്താവ് ഇവിടെ സംസാരിക്കുന്നത്. तो यहाँ पर जब प्रभु का आगमन के विषय में जब बात करते समय में वो आगमन कलीसिया को मंडली को उठा ले जाने का विषय के लिए नहीं है, बल्कि रैप्चर हो जाने के बाद फिर दुनिया में जब इजराइल को प्रभु जब बचाने के लिए दोबारा जब आएगा उस संबंध की बातें हैं वहां पर हम देखते हैं। അപ്പോൾ അതിന്റെ മെയിൻ തെളിവായിട്ട് പറയുന്നത് അതിന്റെ അനേക അടയാളങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ കർത്താവ് പറയുകയാണ്. बहुत से चिन्ह बातें प्रभु वहां पर उसमें बताया है, लेकिन एक सबूत बातें जो प्रभु वहां पर कहता है कि രാജ്യത്തിന്റെ ഈ സുവിശേഷം जब तुम या राज्य का यह सुसमाचार സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. सारे जगत पर प्रचार किया जाएगा तब अंत होगा। രാജ്യത്തിന്റെ ഈ സുവിശേഷം, രാജ്യത്തിന്റെ സുവിശേഷം, तो राज्य का यह सुसमाचार। ഓക്കെ, നമ്മള് അതിനുള്ള ബന്ധത്തിൽ നമ്മള് ഒരു ചെറിയൊരു ഇൻട്രഡക്ഷൻ, നമുക്ക് സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതിനെ കുറിച്ച് നമ്മള് കർത്താവിടെ ഉദ്ദേശിക്കുന്ന സുവിശേഷം കൃപയുടെ സുവിശേഷത്തെ കുറിച്ചല്ല പറയുന്നത്, രാജ്യത്തിന്റെ ഈ സുവിശേഷം. तो यहाँ पर जब राज्य का यह सुसमाचार करके बोलते समय में हमें सुसमाचार के विषय में अच्छी रीति से जानना चाहिए। आज जो हम लोग अनुग्रह का सुसमाचार के विषय में सुन रहा है वो सुसमाचार के बारे में नहीं, बल्कि यह राज्य का सुसमाचार है। കർത്താവും യോഹന്നാൻ സ്നാപകനും പ്രസംഗിച്ചത് രാജ്യത്തിന്റെ സുവിശേഷമാണ്. യോഹन्ना बपतिस्मा देने वाला और प्रभु दोनों ने राज्य का सुसमाचार के विषय में बांटा था।
രാജ്യത്തിന്റെ സുവിശേഷമുണ്ട്, കൃപയുടെ സുവിശേഷമുണ്ട്, പിന്നെ മറ്റൊരു സുവിശേഷമുണ്ട്, നിത്യസുവിശേഷം. ഇങ്ങനെ 4 സുവിശേഷങ്ങളെ കുറിച്ച് വചനത്തിൽ പറയുന്നുണ്ട്. तो वचन में अगर हम पढ़ते समय में हम देखते हैं कि 4 प्रकार का सुसमाचार है जो बाइबल में हम पढ़ते हैं। एक है राज्य का सुसमाचार, दूसरा है अनुग्रह का सुसमाचार, तीसरा है एक अलग प्रकार का एक अन्य सुसमाचार, अनदर गॉस्पेल, जो अन्य सुसमाचार, और चौथा है युग का अंत का सुसमाचार। അപ്പോൾ കർത്താവും യോഹന്നാൻ സ്നാപകനും ആരംഭിച്ച ആ സുവിശേഷം പിന്നീട് അപ്പോസ്തലന്മാർ അതല്ല പ്രസംഗിച്ചത്. അപ്പോസ്തലന്മാര് കൃപയുടെ സുവിശേഷമാണ് പ്രസംഗിച്ചത്. तो जब यूहन्ना बपतिस्मा देने वाले ने और यीशु ने जो राज्य का सुसमाचार जो उन लोगों ने बांटा, वो उसी सुसमाचार को नहीं था चेले लोगों ने आगे चलकर बांटा, बल्कि चेले लोगों ने यीशु के जब पुनरुत्थान के बाद चेले लोग जब नियुक्त होकर सुसमाचार बांटने के लिए गए, वो लोग अनुग्रह का सुसमाचार बांटे। നമ്മൾ മത്തായി സുവിശേഷം 3:1 നമ്മൾ വായിക്കുന്നുണ്ട്. മത്തായി 3 ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്ന് യഹൂദ മരുഭൂമിയിൽ പ്രസംഗിച്ചു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ. तो मत्ती का पुस्तक उसका 3रा अध्याय पहला वाक्य पढ़ना। उन दिनों में यूहन्ना बपतिस्मा देने वाला आकर यहूदिया के जंगल में यह प्रचार करने लगा कि मन फिराओ क्योंकि स्वर्ग का राज्य निकट आ गया है। അപ്പോൾ അതാണ് രാജ്യത്തിന് സ്വർഗരാജ്യം സ്ഥാപിക്കാൻ പോകുന്നു എന്നുള്ള വചനം പ്രസംഗിച്ചതാണ് രാജ്യത്തിന്റെ സുവിശേഷം. तो स्वर्ग राज्य को स्थापना करने का विषय की बातें था, वो है राज्य का सुसमाचार। അത് താന് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ താന് ജയിലിൽ അടയ്ക്കപ്പെട്ടു. और क्या हो, ये ऐसा प्रचार करने के बाद आगे चलकर हम देखते हैं कि यूहन्ना बपतिस्मा देने वाला वो बंदीगृह में पकड़ाया गया, जेल में चला गया। എന്നാൽ കർത്താവ് ആ സുവിശേഷം അല്ലെങ്കിൽ രാജ്യത്തിന്റെ സുവിശേഷം തുടരുകയാണ്. നമ്മൾ മത്തായി സുവിശേഷം 4:23 और जब वो बंदीगृह में और जेल में चले जाने के बाद उसके बाद यीशु है जो वही सुसमाचार को कंटिन्यू कर रहा है, जो हम लोग यूहन्ना का सुसमाचार का पुस्तक में 4 का अध्याय में हम पढ़ते हैं। उसका 4:23 പിന്നെ യേശു ഗലീലയിൽ ഒക്കെ ചുറ്റി സഞ്ചരിച്ച് രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. 23 पढ़ना। और यीशु सारे गलील में फिरता हुआ उनकी सभाओं में उपदेश करता और राज्य का सुसमाचार प्रचार करता। ओके, राज्य का सुसमाचार प्रचार करता रहा। അപ്പോൾ ഈ രാജ്യത്തിന്റെ സുവിശേഷം യഹൂദന്മാർക്ക് വേണ്ടി ദൈവം ഒരു രാജ്യം സ്ഥാപിച്ചു കൊടുക്കും. അത് നമ്മള് ദാനിയേലിന്റെ പുസ്തകത്തിൽ കാണുന്ന 4 കിങ്ഡംസ്, ഈ രാജാക്കന്മാരുടെ കാലത്ത് ദൈവം ഒരു രാജ്യം സ്ഥാപിക്കും. ആ രാജ്യത്തിന്റെ സുവിശേഷമാണ് കർത്താവും യോഹന്നാൻ സ്നാപകനും പ്രസംഗിച്ചത്. तो वो राज्य का सुसमाचार के विषय में देखते समय में ऑलरेडी दानियल का पुस्तक में भविष्यवाणी दिया गया था। जब नेबुकदनेस्सर राजा ने जो बहुत बड़ा मूर्ति देखा और उधर 4 महासाम्राज्य के बारे में वहां पर बोलते समय में अंत में एक पत्थर गिरकर एक बड़ा पहाड़ बनते समय में वहां वो बात को दर्शन देखकर फिर तभी दानियल कहता है कि इन राज्यों के समय में होगा, प्रभु अपना महिमा का एक बहुत बड़ा राज्य को स्थापना करेगा करके दानियल कहता है। वो जो भविष्यवाणी किया गया था उस राज्य का स्थापना के विषय का सुसमाचार था यूहन्ना बपतिस्मा देने वाले ने और यीशु ने प्रचार किया। എന്നാൽ പെന്തക്കോസ്ത് നാളിൽ സഭ സ്ഥാപിക്കപ്പെടുമ്പോൾ അപ്പോസ്തലന്മാർ പ്രസംഗിച്ചത് ക്രൂശിന്റെ വചനം, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെയാണ് പ്രസംഗിച്ചത്. അപ്പോൾ കർത്താവും യോഹന്നാനും പറഞ്ഞ പ്രസംഗം അല്ലെങ്കിൽ രാജ്യത്തിന്റെ സുവിശേഷം തൽക്കാലത്തേക്ക് സസ്പെൻഡഡ് ആകുകയും പിന്നീട് ഇത് സഭ റാപ്ചർ ആയതിനു ശേഷം മത്തായി സുവിശേഷം 24 അധ്യായത്തിൽ പറയും പ്രകാരം വീണ്ടും ഈ രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നതിനെയാണ് നമ്മൾ ഇവിടെ വായിച്ചത്. അതിന്റെ 24ന്റെ 14 വാക്യത്തിൽ നമ്മൾ വായിച്ചത്. तो क्या हुआ कि इसके लिए फिर जब यीशु मसीह का मृत्यु के बाद, पुनरुत्थान के बाद, पेंतकोस्त का दिन में जो कलीसिया स्थापना हुआ, मंडली स्थापना हुआ, उस समय से लेकर क्या हो गया, चेले लोगों ने और प्रेरित लोगों ने, वो लोग ने तभी यीशु मसीह राज्य स्थापना करने आया है करके वो सुसमाचार नहीं बोला, बल्कि क्रूस में चढ़ाया हुआ यीशु मसीह जिसके द्वारा हमें उद्धार मिलेगा करके अनुग्रह का सुसमाचार वो लोग बांटते रहे। जिसके वजह से क्या हो रहा है कि जो राज्य का सुसमाचार है उसको थोड़े समय के लिए प्रभु ने उसको रोक कर रखा या पॉज करके रखा है, और वो वापस दोबारा कब शुरू होगा, जब कलीसिया उठा लिया जाएगा रैप्चर हो जाने के बाद, जब परमेश्वर दोबारा इजराइल की ओर मुड़ते समय में, तो वापस वो राज्य का सुसमाचार प्रचार किया जाएगा। वही सुसमाचार के बारे में है, दोबारा प्रचार करने के संबंध में है। मत्ती का पुस्तक 24वां अध्याय में 14 में जो हमने पढ़ा कि वो ये सुसमाचार को जब दोबारा प्रचार कर दिया जाएगा मंडली उठा ले जाने के बाद, तब वो चारों पूरा सारे जगत पर वो प्रचार किया जाएगा।
അപ്പോൾ ഈ രാജ്യത്തിന്റെ സുവിശേഷം ഇനി കണ്ടിന്യൂ ചെയ്യുന്നത് ആരാണ്? तो अभी आगे चलकर अभी ये सुसमाचार को कौन आगे बढ़ाएगा? രണ്ട് സാക്ഷികൾ ഭൂമിയിൽ എഴുന്നേൽക്കും. सबसे पहला 2 गवाह लोग उठकर खड़े होंगे. തന്നെയല്ല 1,44,000 പേര് ഈ ഓരോ ഗോത്രത്തിൽ നിന്നും വേർതിരിക്കപ്പെട്ട് അവർ ഈ സുവിശേഷ വേലയ്ക്കായിട്ട് വേർതിരിയും. उसके अलावा 1,44,000 लोग भी इस रीति से मुद्रांत होकर चुने जाएंगे और वो लोग दुनिया भर में जाकर सुसमाचार राज्य का सुसमाचार प्रचार करने के लिए नियुक्त किया जाएंगे. അവര് ഈ ഭൂലോകം മുഴുവനും ഈ രാജ്യത്തിന് സുവിശേഷം പ്രസംഗിച്ചു കഴിയുമ്പോഴാണ് അന്ത്യം വരുന്നത്. കാരണം യഹൂദന്മാർക്ക് വേണ്ടി കർത്താവ് അവർക്ക് രാജ്യം സ്ഥാപിക്കാനായിട്ട് അവർ പ്രസംഗിച്ച ആ രാജ്യം സ്ഥാപിക്കാൻ വരുന്നത്. तो वो इसके लिए ये 1,44,000 जब नियुक्त हो जाने के बाद वो लोग दुनिया भर में जाकर प्रचार कर सुसमाचार को जगत के अंत तक वो लोग जाकर प्रचार करके इस रीति से ये वचन को वो लोग पूरा करेंगे. क्योंकि वो उस समय में जो प्रभु जब वापस आ रहा है वो इजराइल को बचाने के लिए आ रहा है. അപ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ ഉദ്ധാരണത്തിന് വേണ്ടി ദൈവം ഒരു 1260 ദിവസങ്ങൾ 3.5 വർഷം കൊടുക്കുന്നതായിട്ട് ദാനിയേൽ പ്രവചനത്തിലുണ്ട്. तो इस विषय में हम दानियल का पुस्तक में पढ़ते समय में प्रभु ने इजरायली लोगों को लगभग 3.5 साल का एक समय उनको दिया है. അപ്പൊ നമ്മളത് ദാനിയേലിന്റെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ നമുക്കത് വായിക്കാം. दानियल का 12 का 7 में उस विषय में हम पढ़ते हैं. അവിടെ അതിന്റെ 7-ാം വാക്യത്തിലുണ്ട്. उसका वाक्य 7 में हम पढ़ते हैं. അവിടെ എ ടൈം ടൈംസ് ഹാഫ് എ ടൈം, അതായത് സമയവും സമയങ്ങളും അർദ്ധസമയവും, അങ്ങനെയാണ് അത് അതിനെ വേർതിരിച്ച് പറയുന്നത്. तो वहां पर एक समय 2 समय और आधा समय करके ऐसा वो बात बोलकर उसको नियुक्त करता है. मतलब 3.5 साल के विषय में वो कहता है वहां पर. അത് ടൈം എന്ന് പറയുന്നത് എ ടൈം എന്ന് പറയുന്നത് 1 വർഷമാണ്. तो एक समय यानी कि 1 साल. സമയങ്ങൾ എന്ന് പറയുന്നത് 2 വർഷത്തെ കുറിച്ചാണ്. और समयों करके बोलते हैं समय में वो 2 साल हो जाएगा. പിന്നെ കാലാർദ്ധം എന്ന് പറയുന്നത് 1/2 വർഷത്തേക്ക്. അങ്ങനെ 3.5 വർഷം 1260 ദിവസം ഈ ഭൂമിയിൽ ഈ സുവിശേഷം, ഈ രാജ്യത്തിന്റെ സുവിശേഷം വീണ്ടും പ്രസംഗിക്കപ്പെടാനായിട്ട് അവസരം ഉണ്ടാകും. എന്ന് രാജ്യം സ്ഥാപിക്കാൻ പോകുന്നു. और इस रीति से वो 3.5 साल तक का जो अवस्था में रहेगा, क्या होगा कि यहाँ पर ये राज्य का सुसमाचार को वो लोग प्रचार करेंगे. അപ്പം ഇത് തന്നെയാണ് നമ്മള് വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ കൂടെ നമ്മൾ വായിക്കുമ്പോൾ, വെളിപ്പാട് 11:3. प्रकटीकरण का पुस्तक 11 का 3 पढ़ते समय में वहां पर भी हम इस विषय को हम देखते हैं. അന്ന് ഞാൻ എന്റെ 2 സാക്ഷികൾക്ക് വരം നൽകും. അവർ 8 ഉടുത്തുകൊണ്ട് 1260 ദിവസം പ്രവചിക്കും. 1260, അതായത് 3.5 വർഷം. तो वाक्य 3 में पढ़ते समय में, और मैं अपने 2 गवाहों को यह अधिकार दूंगा कि वो टाट ओढ़े हुए 1260 दिन तक भविष्यवाणी करेंगे. तो जो 1260 दिन तक जो दिन यहाँ पर बोला गया है वो करेक्ट 3.5 साल जो यहूदियों के कैलेंडर के हिसाब से गिना जाता है. അത് അവരുടെ ലൂണാർ ഇയർ അനുസരിച്ചാണ് യഹൂദന്മാരുടെ കലണ്ടർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. तो यहूदी लोग जो है वो लोग चांद को देखकर के हिसाब से है, चांद का दशा के हिसाब से है, वो लोग ने अपना कैलेंडर बनाया है. അപ്പം ഈ 3.5 വർഷം തന്നെയാണ് നമ്മളിപ്പോൾ ദാനിയേലിന്റെ പുസ്തകത്തിൽ വായിച്ചത്. അതിന്റെ 12-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു, കാലവും കാലങ്ങളും കാലാർദ്ധവും എന്ന് പറയുന്ന 3.5 വർഷം. और यही समय के विषय में था जो हमने दानियल का पुस्तक में जब पढ़ते समय में वहां पर हम 12 का 7 में देखा कि ये दशा 3.5 साल तक रहेगी करके जो बोलते समय में वो जो प्रकटीकरण का पुस्तक 11 का 3 में 1260 दिन के साथ जुड़ा हुआ है. അപ്പോൾ നമ്മുടേതായിരിക്കുന്ന റാപ്ചർ, ഈ ഒരു സുവിശേഷീകരണം നടക്കുന്നതിന് മുൻപേ തന്നെ സഭ എടുത്തുകൊള്ളപ്പെട്ടതിന് ശേഷമാണ് ഈ ഒരു രംഗം വീണ്ടും വരും. കാരണം ഇപ്പോൾ കൃപയുടെ സുവിശേഷമാണ് പ്രസംഗിക്കുന്നത്. ജാതിയും യഹൂദനും ഒരുമിച്ച് ചേർന്ന് സഭ എന്നുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭയെ കുറിച്ചുള്ള, സഭയെ വാർത്തെടുക്കും. ഞാനൊരു സഭയെ പണിയും. ആ രാജ്യത്തിന്റെ ആ ഒരു കൃപയുടെ സുവിശേഷത്തിന്റെ കാലയളവിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്.
तो अभी हम जो जी रहे हैं जो समय है वो जैसा प्रभु ने कहा कि मैं मेरा मंडली को कलीसिया को बांधूंगा करके जो समय बोला था उस समय में है हम अभी जी रहे हैं, जिसकी वजह से अभी का जो समय में अनुग्रह का सुसमाचार प्रचार किया जा रहा है ताकि लोगों को उद्धार के द्वारा नया जन्म मिले। इसके लिए उसको हम लोग कृपा अनुग्रह का युग के विषय में हम देखते हैं। നമ്മള് ഈ കൃപയുടെ സുവിശേഷം പറയുമ്പോൾ തന്നെ ഈ രാജ്യം സ്ഥാപിക്കപ്പെടുന്നത് നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ പ്രധാന വിഷയം നമ്മളെ 1 Korinത്യർ 1:22 വാക്യത്തിൽ വായിക്കുന്നത് പോലെ യഹൂദന്മാർ അടയാളം അന്വേഷിക്കുന്നു, യവനൻ ജ്ഞാനം അന്വേഷിക്കുന്നു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഒരു പാപി രക്ഷിക്കപ്പെടാനുള്ള ദൈവത്തിന്റെ മാർഗമായ ക്രൂശീകരണവും ക്രിസ്തുവിന്റെ മരണപുനരുദ്ധാനങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ സന്ദേശമാണ് ഇന്ന് കൃപയുടെ സുവിശേഷമായിട്ട് പ്രസംഗിക്കപ്പെടുന്നത്. तो ये तो सच है कि जब हम लोग अनुग्रह का सुसमाचार बांटते समय में उसमें राज्य की बातें भी हम लोग बोलते हैं, तो भी हम लोग जब प्रचार करते समय में हमारा प्रभु क्रूस पे चढ़ाए हुआ विषय का उद्देश्य में हम लोग बोलते हैं। जैसे हम लोग 1 Korinथी 1 अध्याय उसका 22-23 में हम लोग पढ़ते समय में यहूदी लोग जो है चिन्ह चाहते हैं और यूनानी लोग जो ज्ञान के खोजी में है, परंतु हम तो वो क्रूस पे चढ़ाया हुआ मसीह का प्रचार करते हैं। तो जो इसलिए वो प्रचार जो यीशु मसीह हमारे लिए जो क्रूस पे कष्ट सहा हुआ बातें जिसके द्वारा हमको पाप का से हमको छुटकारा मिला और नरक दंड से हमें बच गए करके उस उद्धार के विषय में है हम लोग अनुग्रह का सुसमाचार में हम लोग बांटते हैं। അപ്പോൾ മത്തായി സുവിശേഷം 24 അധ്യായത്തിൽ നമ്മൾ വായിച്ചത് അന്ത്യത്തോളം സഹിച്ചു നിൽക്കുന്നതിന് ഉദ്ദേശിക്കുന്നത് ഈ കൃപയുടെ സുവിശേഷത്തെ കുറിച്ചല്ല, ഈ രാജ്യത്തിന്റെ സുവിശേഷമാണ്. इसके लिए वापस हम लोग मत्ती का पुस्तक 24वां अध्याय उसका 13 वाक्य में जब पढ़ते समय में परंतु अंत तक धीरज धरे रहे, तो ये किन लोगों को बोल रहे हैं अंत तक धीरज धरे रहेंगे तो उनका ही उद्धार होगा करके? ये अनुग्रह के सुसमाचार पालन करने वाले लोगों के लिए नहीं बोल रहा है, बल्कि यहूदी लोग जब महाक्लेश के समय में रहने वाले उन लोगों के विषय में, वो राज्य का सुसमाचार जिसको बोला जाएगा उन लोगों के विषय में बोला गया है। അപ്പോൾ അത് എപ്പോൾ തുടങ്ങും എന്നുള്ളതിനെ കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. ഈ രാജ്യത്തിന്റെ സുവിശേഷം എപ്പോൾ തുടങ്ങും? तो राज्य का सुसमाचार कब शुरू किया जाएगा करके उसके विषय में प्रभु गवाही कहता है। അവിടെ സഭ റാപ്ചർ ആയതിനു ശേഷമാണ് തുടങ്ങുന്നല്ല പറഞ്ഞിരിക്കുന്നത്. तो वहां पर ये नहीं बोला है कि कलीसिया रैप्चर हो जाने के बाद उसी दिन से शुरू होगा करके। അത് കർത്താവ് ദാനിയേലിന്റെ പ്രവചനത്തിൽ നിന്ന് എടുത്തു പറയുകയാണ്. മത്തായിയുടെ സുവിശേഷം 24 അധ്യായത്തിന്റെ 15 വാക്യം. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ, അപ്പോൾ ഒരു ദേവാലയം ഇവിടെ പണിയപ്പെടുകയും ആ ദേവാലയത്തിൽ മ്ലേച്ഛത വരികയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ഇസ്രയേലിന് വീണ്ടും ഒരു ഓടിപ്പോക്കുണ്ട് എന്നാണ് നമ്മൾ വായിക്കുന്നത്. तो वहां पर हम लोग मत्ती का पुस्तक 24वां अध्याय उसका 15 वाक्य में हम पढ़ते समय में ये जो वचन जो दानियल का पुस्तक में से लिया हुआ बात है, जो प्रभु को मालूम है, वो बात प्रभु वहां पर 24 का 15 में कहता है कि जब तुम उस उजाड़ने वाले घृणित वस्तुओं को जिसका चर्चा दानियल भविष्यवाणी के द्वारा हुई है उस पवित्र स्थान में खड़े हुए देखेंगे, तब तुम जो यहूदिया में रहोगे तुम लोग क्या करना, पहाड़ पर भाग जाना। तो प्रभु तो वहां पर अभी क्या हो रहा है कि भविष्य में बहुत जल्दी दोबारा एक मंदिर बांधा जाएगा। उस मंदिर बांधते समय में जिसकी वजह से सारे इजरायली लोग एकत्र होकर आएंगे, परंतु उस मंदिर बांधने के बाद क्या होगा, वहां पर एक उजाड़ने वाली वस्तु या घृणित करने वाली वस्तु मंदिर में वहां पर लाया जाएगा, जो अति पवित्र स्थान में रखा जाएगा, यानी कि मंदिर के अंदर। ऐसे रखने की वजह से उस दिन जब आएगा तो तुरंत क्या करना, इजरायली लोगों को दोबारा भागना पड़ने का एक हालत होगा, क्योंकि वो लोग वापस दोबारा बंदीगृह के हालत में हो जाएंगे। നമ്മളെ ലൂക്കോസ് സുവിശേഷം 21 അധ്യായത്തിന്റെ 20 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവ് കുറച്ചും കൂടെ വിശദീകരിച്ച് പറയുന്നുണ്ട് ഈ കാര്യം. लूकोस 21:20 മുതൽ. लूका का पुस्तक 21 का 20 पढ़ते समय में ये बातों को थोड़ा और स्पष्ट से वहां पर बताया गया है। ആ ശൂന്യമാക്കുന്ന ആ അവസ്ഥ അല്ലെങ്കിൽ 20 വാക്യത്തിൽ 21:20 സൈന്യങ്ങൾ യെരുശലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ ഈ സൈന്യങ്ങൾ ഉദ്ദേശിക്കുന്നത് അന്തിക്രിസ്തുവിന്റെ സൈന്യമാണ്. അത് നമ്മുടെ ദാനിയേലിന്റെ പുസ്തകം 9 അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. तो वहां पर लूका का पुस्तक 21 का 20 में पढ़ते समय में जब तुम यरूशलेम को सेनाओं के द्वारा घेरे हुए देखो, तब जान लेना कि उसका उजड़ जाने का निकट है करके। तो ये जो उजड़ कर जो घृणित होने वाला बात जो हमने मत्ती का पुस्तक में जो हमने पढ़ा, वही बात हम लोग लूका का पुस्तक 21 का 20 में सेना लोग आकर इजराइल को चारों तरफ घेरते समय में, यरूशलेम को घेरते समय में होगा। तो ये कौन सा सेना है,
वो दानियल का पुस्तक में पढ़ते समय में मसीह विरोधी का एक सेना है जो मसीह विरोधी के लिए काम करता है, उन लोग आकर इजराइल को चारों ओर मुड़ेंगे। അത് നമ്മള് ദാനിയേലിന്റെ പുസ്തകം, ഈ പടജനം അല്ലെങ്കിൽ സൈന്യം, നമ്മള് ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായം दानियल का पुस्तक 9 का അതിന്റെ 26-ാം വാക്യം വായിക്കുമ്പോൾ 26 में हम पढ़ते हैं, 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷേകം ഛേദിക്കപ്പെടും, അവന് ആരുമില്ല എന്ന് വരും. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം, അന്തിക്രിസ്തുവിന്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. ആ വിശുദ്ധ മന്ദിരമാണ് ഇനി ഇപ്പോൾ പണിയപ്പെടാൻ പോകുന്നത്. ഇപ്പോൾ നമ്മള് 2026 അല്ലെങ്കിൽ 27 പണിയപ്പെടാൻ പോകുന്ന ആ ദേവാലയത്തെ കുറിച്ചാണ് പറയുന്നത്. അത് അന്തിക്രിസ്തുവിന്റെ പടജനം അല്ലെങ്കിൽ അന്തിക്രിസ്തുവിന്റെ സൈന്യം യെരുശലേമിനെ വളഞ്ഞ്, അപ്പൊ അതാണ് നമ്മള് നേരത്തെ വായിച്ചത്, ലൂക്കോസ് സുവിശേഷം 21-ാം അധ്യായത്തിൽ വായിച്ചത്. അന്തിക്രിസ്തുവിന്റെ സൈന്യം യെരുശലേമിനെ വളയും. എന്തിനാണ്? യെരുശലേം നഗരത്തെയും അതുപോലെ തന്നെ യെരുശലേമിൽ ദേവാലയത്തെയും നശിപ്പിക്കാനായിട്ട് യെരുശലേം വളയുമ്പോൾ ഓർത്തുകൊള്ളുക, അതിന്റെ ശൂന്യം അടുത്തിരിക്കുന്നു. तो उसका दानियल का पुस्तक 9 का 26 में पढ़ते समय में, और वहां पर हम पढ़ते हैं कि उन 62 सप्ताहों के भीतर पर जो अभिषिक्त पुरुष काटा जाएगा और उसके हाथ कुछ ना लोगे, उसके हाथ कुछ ना लगेगा, तो तब क्या होगा? तब आने वाला प्रधान की प्रजा, तो ये आने वाला प्रधान यानी कि जो मसीह विरोधी है उसका प्रजा यानी कि उसका सेना, वो लोग क्या करेंगे? नगर यानी जो यरूशलेम नगर है और पवित्र स्थान जो मंदिर है उसको नाश करेगा। यही बात है, वो उजाड़ने वाली बात जो प्रभु ने वहां पर लूका का पुस्तक में वो कहा था। तो दानियल का पुस्तक में लिखा हुआ पवित्र स्थान को, मंदिर को उजाड़ देने वाली बातें, और पूरा जो मसीह विरोधी का सेना, जो प्रधान का सेना आकर, प्रजा आकर यरूशलेम को चारों ओर मुड़ोगे, तो तब तुम जान लेना कि उजड़ने का समय निकट है करे। അപ്പം അവിടെ അതിന്റെ വീണ്ടും നമ്മൾ ലൂക്കോസ് സുവിശേഷം 21 വരുമ്പോൾ वापस हम लोग लूका 21 में हम पढ़ते हैं, അതിന്റെ 21-ന്റെ 21 മുതൽ വായിക്കുകയാണ്. അന്ന് യഹൂദയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ, അതിന്റെ നടുവിലുള്ളവർ പുറപ്പെട്ടു പോകട്ടെ, നാട്ടിൻ പുറകിലുള്ളവർ അതിൽ കടക്കരുത്, എഴുതിയിരിക്കുന്നതെല്ലാം നിവൃത്തിയാകുവോളം അത് പ്രതികാലകാലം. ഇത് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലുണ്ട്. तो वहां पर 21-22 में, लूका 21 का 21-22 में, तो जब उजाड़ने वाला समय जब निकट आते समय में वहां पर हम पढ़ते हैं कि तब जो यहूदिया में है वो पहाड़ों पर भाग जाए, और जो यरूशलेम के भीतर हो वो बाहर निकल जाए, और जो गांव में हो वो उसमें ना जाए, क्योंकि ये पलटा लेने का ऐसा एक दिन होगा। तो ये पलटा इस दिन के विषय में है, हम लोग प्रकटीकरण का पुस्तक में भी हम पढ़ते हैं। അപ്പോൾ നമ്മള് സെക്കറിയ പ്രവചനം അതിന്റെ 12-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ, जकरिया का पुस्तक उसका 12 अध्याय में हम पढ़ते हैं, സെക്കറിയാവിന്റെ പുസ്തകം അതിന്റെ 12-ാം അധ്യായം, അതിന്റെ 14-ാം അധ്യായം 14 अध्याय। അവർ നിന്റെ നടുവിൽ വെച്ച് നിന്റെ കൊള്ള വിഹരിപ്പാനുള്ള യഹോവയുടെ ദിവസം വരുന്നു എന്ന് ഞാൻ സകല ജാതികളെയും യെരൂശലേമിനോട് യുദ്ധത്തിനായി കൂട്ടിവരുത്തും. നഗരം പിടിക്കപ്പെടുകയും വീടുകൾ കൊള്ളയടിക്കപ്പെടുകയും സ്ത്രീകളെ വഷളാക്കുകയും നഗരത്തിന്റെ പാതി പ്രവാസത്തിലേക്ക് പോവുകയും ചെയ്യും. तो वहां पर देखते हैं कि जो सेनाओं का यहोवा का एक ऐसा दिन आने वाला है जिसमें तेरा जो धन जो है लूट कर तेरे बीच में बांटे लिए जाएंगे, क्योंकि मैं सब जातियों को यरूशलेम से लड़ने के लिए इकट्ठा करूंगा, और वो नगर में लिए नगर और घर लूटे जाएंगे, और स्त्रियां भ्रष्ट किए जाएंगे, और नगर के आधे लोग बंधुओं में जाएंगे। इस रीति से वहां पर ये बातें हैं जो भविष्यवाणी वहां पर दानियल का पुस्तक में हम पढ़ते हैं। അതിന്റെ 21-ാം അധ്യായം ലൂക്കോസ് 21-24 പിന്നെയും വായിക്കുകയാണ്. लूका 21 का 24 में फिर से पढ़ते हैं, 24 അവർ വാളിന്റെ വാഴ്ത്തലയാൽ വീഴുകയും അവരെ സകല ജാതികളിലേക്കും ബദ്ധരായി കൊണ്ടുപോവുകയും ജാതികളുടെ കാലം തികയുമ്പോളം ജാതികൾ യെരൂശലേം ചവിട്ടിക്കളയുകയും ചെയ്യും.
तो वो बात हम देखते हैं कि वे तलवार के कोर हो जाएंगे और सब देशों के लोग में बंधुए होकर तुम्हें पहुंचाया जाएंगे, और जब तक अंत अन्याय अन्य जातियों के समय पूरा ना हो तब तक वो यरूशलेम अन्य जातियों में रौंदा जाएगा। അപ്പോൾ ഇത് തന്നെയാണ് നമ്മള് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ വായിക്കുന്നത്. यही बात हम लोग प्रकटीकरण का पुस्तक उसका 13 अध्याय में हम पढ़ते हैं, അതിന്റെ 9-ഉം 10-ഉം വാക്യങ്ങളിൽ उसका 9 और 10 में, ചെവിയുള്ളവൻ കേൾക്കട്ടെ, അടിമയായി പോകുന്നവൻ അടിമയായി പോകും, വാളുകൊണ്ട് കൊല്ലുന്നവൻ വാളാൽ മരിക്കേണ്ടി വരും, ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ട് ആവശ്യം. അപ്പോൾ ഇവിടെ പറയുന്ന വിശുദ്ധന്മാര് സഭയല്ലേ, വിശുദ്ധന്മാരല്ല, യഹൂദന്മാരായ വിശുദ്ധന്മാരെ കാണാം. ഒരു റമനന്റ്, ഒരു ശേഷിപ്പ് ദൈവത്തിനു വേണ്ടി വേർപെടുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ചാണ് അവിടെ വായിക്കുന്നത്. तो जिसके कान है वह सुने। प्रकटीकरण 13 का 9-10 में हम पढ़ते हैं कि जिसके कान है वे सुने, जिसको कैद में पकड़ना है और वह कैद में पकड़ेगा, जो तलवार से मारेंगे, अवश्य है कि वह तलवार से मारे जाएंगे। पवित्र लोगों का धीरज और विश्वास इसी में है। तो यहाँ पर पवित्र लोग करके बोलते समय में वो विश्वासियों के बारे में नहीं बोल रहा, बल्कि पवित्र लोग यानी कि जो इजरायली लोग में जो लोग उस समय में बच गए रहेंगे, वो पवित्र लोगों के बारे में कहा गया है। അപ്പോൾ അതിലെ ഒരു റെമനന്റ് ആൾക്കാരെ കർത്താവ് എന്ത് ചെയ്യുന്നു, രക്ഷിക്കുന്നുണ്ട്. तो उस इजरायली गोत्र में से कुछ लोगों को प्रभु वहां पर बचाएगा, संभालेगा। അതിനെക്കുറിച്ചാണ് നമ്മള് യെശയ്യാവിന്റെ പുസ്തകം 4-ാം അധ്യായം 3-ാം വാക്യം, ഐസായ का पुस्तक उसका 4 का 3 में हम पढ़ते हैं। അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: കർത്താവ് ന്യായവിധിയുടെ കാറ്റുകൊണ്ടും ദഹനത്തിന്റെ കാറ്റുകൊണ്ടും സിയോൻ പുത്രിമാരുടെ മലിനത കഴുകിക്കളയുകയും യെരുശലേമിന്റെ രക്തവാതകം അതിന്റെ നടുവിൽ നിന്ന് നീക്കി വെടിപ്പാക്കുകയും ചെയ്ത ശേഷം സിയോനിൽ മിഞ്ചിയിരിക്കുന്നവരും യെരുശലേമിൽ ശേഷിക്കുന്നവരും ഇങ്ങനെ യെരുശലേമിൽ ജീവനുടെ കൂട്ടത്തിൽ പേരെഴുതപ്പെടുന്ന ഏവരും തന്നെ വിശുദ്ധനെന്ന്. ഒരു ചെറിയൊരു കൂട്ടം ജനങ്ങൾ വിശുദ്ധരാക്കി സ്വീകരിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രതികാരകാല ദിവസത്തിൽ ഇസ്രായേൽ രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി വിശുദ്ധീകരിക്കപ്പെടുന്ന ഒരു കൂട്ടം ജനങ്ങളെ ദൈവം എന്ത് ചെയ്യുന്നു, ഈ മഹോദരത്തിലൂടെ കടത്തിവിട്ട് അവരെ രക്ഷയ്ക്കായിട്ട് ഒരുക്കുന്നു. 4 का 3 पढ़ना। और जो कोई सियोन में बचा रहे और यरूशलेम में रहे, अर्थात यरूशलेम में जितनों के नाम जीवन पत्र में लिखे हो वे पवित्र कहलाएंगे। हाँ, तो ये पवित्र, तो ये जो यरूशलेम में जो बचे हुए लोग हैं, ये लोग हैं पवित्र लोग। तो ये वहां पर क्या होगा, महाक्लेश के समय में प्रभु इजरायली लोगों को उस महाक्लेश से वो लोग गुजारवा जाएंगे, वो लोग उस महाक्लेश से ओर से जाएंगे, जिसकी वजह से वो लोग पीड़ित होकर वो लोग उसमें से बचकर वो लोग बाहर निकलेंगे। ये बचकर बाहर निकलने वाले लोग हैं पवित्र लोग, जो इजराइल को उद्धार के लिए प्रभु इजराइल को संभाल रहा है। അപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ ഇപ്പോൾ തിരികെ മടങ്ങി. നമ്മള് ഹോശേയ പ്രവചനം 5:15 ഞാൻ മടങ്ങി തിരികെ പോവുകയാണ്. നിങ്ങൾ എന്ന് ആത്മാർത്ഥമായി മനം തിരിഞ്ഞ് കരയുമോ, എന്നോട് നിലവിളിക്കുമോ, അന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും. അപ്പൊ അങ്ങനെ ഒരു നിലവിളി ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ ഉണ്ടാകാൻ പോവുകയാണ്. അതാണ് നമ്മളെ സെഖറിയ പ്രവചനം 12-ാം അധ്യായത്തിന്റെ 9 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, तो होशाया 5 का 15 में वहां पर प्रभु कहता है कि जब तक मैं अपने को अधिकारी, अपने आप को अपराधी ना मानकर मेरा दर्शन को ना खोजे होते रहेंगे, तब तक मैं क्या करूंगा, मैं लौट कर मैं पिता की उपस्थिति में बैठूंगा, और जब तक तुम लोग मुझे सच्चे मन से तुम लोग नहीं मुझे खोजोगे, तब तक मैं दोबारा नहीं लौटूंगा। तो इजराइल, ऐसा एक दिन आने वाला है जहां पर क्या करेंगे, इजरायली लोग सचमुच प्रभु के दर्शन को सचमुच वो लोग खोजते हुए प्रभु की उपस्थिति पे वो लोग गिरेंगे, तब तक प्रभु लौट कर नहीं आएगा। यही बात हम लोग जब हम जकरिया का पुस्तक में हम पढ़ते हैं, जकरिया 12:9 വാക്യം, 12 का 9 में, അന്നാളിൽ ഞാൻ യെരുശലേമിന് നേരെ വരുന്ന സകല ജാതികളെയും നശിപ്പിക്കാൻ നോക്കും. ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരുശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ പകരും. അവർ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് നോക്കും, ഏകജാതനെ കുറിച്ച് നിലവിളിക്കുന്നത്. പിന്നെ കുലമായും ഗോത്രം ഗോത്രമായും അവരെ ഒരു കൂട്ട നിലവിളി. ഏകജാതൻ മരിച്ചാൽ എങ്ങനെ നിലവിളിക്കുമോ അങ്ങനെ മശിഹായെ ഞങ്ങളുടെ പിതാക്കന്മാര് ക്രൂശിച്ചു എന്ന് പറഞ്ഞ് അവർ കുത്തിയവങ്കിലേക്ക് നോക്കുന്ന ഒരു സ്ഥിതിവിശേഷം വരുമ്പോഴാണ് ദൈവം, കർത്താവായ യേശു ക്രിസ്തു
അവരെ രക്ഷിക്കാനായിട്ട് ഇറങ്ങി വരുന്നത്. അപ്പോഴാണ് ഇസ്രായേൽ രാജ്യം സ്ഥാപിക്കപ്പെടുന്നത്. तो वहां पर जकरिया 12 का 9, 10, 11 में हम लोग पढ़ते समय में, उस समय में वहां पर क्या होगा, जितने भी लोगों ने इजराइल को नाश करने के लिए यरूशलेम की ओर जो आया था, विरोध करके आया था, उस समय प्रभु वहां पर आकर क्या करेंगे, जो 10 में हम पढ़ते हैं कि दाऊद के घराने और यरूशलेम के निवासियों पर प्रभु अनुग्रह कर कर उनको, उनके ऊपर विनती का आत्मा या अनुग्रह का आत्मा उनके ऊपर उंडेलेगा, प्रार्थना करने का वो आत्मा उंडेलेगा, जिसके वजह से घर घर गोत्र गोत्र वो लोग रो रो कर वो लोग विलाप करेंगे, जैसा मानो कि घर पे पहलौटा जैसा वो मरा है करके वैसा विलाप वहां पर करेंगे। तो ये विलाप का अवस्था है, तब वो लोग उस चुभे हुए को, जिसने यीशु को चुभाया, उस बात को वो लोग यीशु को पहचानेंगे और वो लोग समझेंगे कि यीशु ही हमारा मसीहा था करके, उनको उस भाग को वो लोग देखकर वो लोग पश्चाताप करके वो लोग सचमुच यहोवा का चेहरा को ढूंढते हुए वो लोग तभी मानेंगे कि यीशु ही मसीहा था करके प्रभु को पूछते हुए वापस आएंगे। അപ്പോൾ 1260 വർഷം ദിവസങ്ങള് അവർ രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുമെന്ന് നമ്മള് മത്തായി സുവിശേഷം 24:14 വായിച്ചത്. അങ്ങനെ സുവിശേഷം ഭൂലോകത്തിലെങ്ങും പ്രസംഗിക്കപ്പെടുമ്പോൾ അന്ത്യം വരും. അപ്പോൾ അവിടെ 1260 ദിവസം എന്നുള്ളത് അല്പം കൂടെ വ്യത്യസ്തപ്പെടുത്തിയിട്ടാണ് ദാനിയേൽ പ്രവചനത്തിലുള്ളത്. നമുക്ക് അതും കൂടെ ഒന്ന് നോക്കാം. ദാനിയേൽ പ്രവചനം 12 അധ്യായത്തിന്റെ 11 വാക്യം. तो वो जो 1000 जो 260 दिन तक का जो प्रचार उस दिन नियुक्त किया गया है प्रचार करने के लिए, ताकि जैसा हम लोग ने मत्ती का पुस्तक में उसका 24 में पढ़ा कि ये सुसमाचार क्या है, दुनिया के अंत तक प्रचार किया जाएगा, तो वो उन दिनों में रहेगा, सबसे ज्यादा प्रचार किया जाता है। ऐसा एक संख्या हम लोग दानियल का पुस्तक 12 अध्याय में भी हम लोग पढ़ते समय में एक और विशिष्ट संख्या वहां पर पढ़ते हैं। അതിന്റെ 11 വാക്യത്തിൽ ഇങ്ങനെയാണ്, 12:11 ദാനിയേൽ 12:11 നിരന്തര ഹോമയാഗം നിർത്തലാക്കുകയും ശൂന്യമാക്കുന്ന മ്ലേച്ഛബിംബത്തെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന കാലം മുതൽ 1290 ദിവസം ചൊല്ലും. 1220 വേണ്ടിയത്. ഇവിടെ ഒരു 30 ദിവസം കൂടെ എക്സ്ട്രാ ചേർത്ത് പറയുകയാണ്, 1290 ദിവസം. तो वहां पर क्या होगा कि जब तक वो होम बलि को वो लोग उठाया जाएगा और वो घिनौने वस्तुओं को उजाड़ने के लिए जो स्थापित हुए जगत में, तब वो बाहर 190 दिन, तो यानी कि जो 1000 जो 260 दिन था, उसमें से जो है 1290 दिन यानी कि जोड़ा जाए, यानी कि क्या 30 दिन और उसमें जोड़ा गया है। അപ്പൊ പിന്നീട് അടുത്ത വാക്യം വായിക്കുന്നത്, और फिर अगला वाक्य में हम पढ़ते हैं 1335 ദിവസം, പിന്നെയും ഒരു 45 ദിവസം കൂടെ കൂട്ടുകയാണ്. और फिर वहां पर हम देखते हैं कि 135 दिन तक करके हम देखते हैं, यानी कि और 24 दिन जोड़ा जा रहा है. അതായത് 1335 ദിവസം ക്ഷമയോടെ കാത്ത് ജീവിക്കുന്നവൻ ഭാഗ്യവാൻ. അതാണ് മത്തായിയുടെ സുവിശേഷം 24:14 നമ്മൾ വായിച്ചത്. അന്ത്യത്തോളം സഹിച്ചു നിൽക്കുന്നവൻ. അത് ഇസ്രായേൽ ജനങ്ങളുടെ പരീക്ഷാ കാലഘട്ടത്തിൽ അവരെ അന്ത്യക്രിസ്തുവിനേക്ക് തിരിയാതെ ഈ മശിഹയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൂട്ടം റെമനന്റായ വിശുദ്ധന്മാരായ യഹൂദന്മാരെ കുറിച്ചാണ് വായിക്കുന്നത്. അവരാണ് അന്ത്യത്തോളം സഹിച്ചു നിന്നാൽ അവർ രക്ഷിക്കപ്പെടുന്നത്. तो यहाँ पर भी 35 दिन और उसमें जोड़ा गया है, यानी कि क्या 1335 दिन का दिन उसमें जोड़ा गया है. तो वो दिन जब तक, ये दिनों तक क्या करना पड़ेगा, क्या ही धन्य है वे धीरज धर कर वो लोग ये 335 दिन लोग वाट जोते रहे. वही बात हमने मत्ती का पुस्तक 24वां अध्याय में हम लोग पढ़ते समय में, कि जो चुने हुए लोग धीरज से अगर अंत तक वो लोग अगर धीरज से अगर धरे रहेंगे तो उनका उद्धार होगा. यानी कि यहूदी लोग को जो उनका जो परीक्षा का दिन है, उस परीक्षा का दिन में प्रभु उनको इस जो न्याय का जो उनका महाक्लेश का समय दिन रहेगा, उस दिनों में प्रभु ने ये दिन उनको जोड़कर रखा है. इन दिनों में उनको क्या करना पड़ेगा, धीरज से वो लोग धरेंगे, क्योंकि परमेश्वर उनका परीक्षा ले रहे उद्धार के लिए. उस दिन तक उनको क्या करना पड़ेगा, धीरज देकर इंतजार करना है, ताकि अंतिम दिन होकर उनको वो लोग उसमें से बच जाएंगे, उद्धार हो जाएगा. അപ്പൊ ദാനിയേല് 12:7 നമ്മൾ വായിച്ചതുപോലെ 3.5 വർഷം, പിന്നെ വെളിപ്പാട് പുസ്തകം 11:3
നമ്മൾ 3.5 വർഷം എന്ന് വായിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ എസ്ര ഒരു 75 ദിവസം 1335 ദിവസം വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, നമ്മളെ ഈ സമയത്ത് ഹെർമദോം വാർ അല്ലെങ്കിൽ 3ാം ലോകമായ യുദ്ധം കണ്ടിന്യൂ ചെയ്ത് ഏകദേശം ഒരു 75 ദിവസവും കൂടെ നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് 1260 കൂടെ 75 ദിവസവും കൂടെ കൂട്ടിച്ചേർത്ത് 1335 ദിവസം കാത്ത് സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. അല്ലെങ്കിൽ അത് യഹൂദനോടുള്ള ബന്ധത്തിലാണ്. അതാണ് യഹൂദന്മാർക്ക് വേണ്ടി ലോകാവസാനവും യഹൂദന്മാർക്ക് വേണ്ടി കർത്താവ് വരുന്നതിന്റെ അടയാളമായിട്ട് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നു. तो वो हमने जैसा शुरुआत में दानियल 12 में और प्रकटीकरण में भी हमने पढ़ते समय में 11 अध्याय में वहां पर 3.5 साल के विषय में था, हमने जब शुरुआत में पढ़ा था. तो फिर क्यों है हम लोग उसका नीचे का वाक्यों में वहां पर और उसको दिनों को जोड़ दिया गया है, लगभग 75 दिन और उसमें जोड़ा जा रहा है. तो ऐसा क्यों हो रहा है, वो उस विषय में है कि क्योंकि जब आखिरी दिन में जब होते समय में या जब महाक्लेश के अंतिम दिनों में आते समय में मसीह विरोधी क्या करेगा, अपना सारा सेना को लेकर आकर इजराइल को घेर कर उस समय में आखिरी महायुद्ध होने वाला है, जो अर्मगदोन में तीसरा वर्ल्ड वॉर, तीसरा महायुद्ध होने वाला है. वहां पर उस समय में वो युद्ध चलते रहते समय में जो नियुक्त 3.5 साल का जो आधारित से उससे थोड़ा और 75 दिन लंबा होने की संभावना है, जिस विषय में वो भविष्यवाणी किया गया है. तो ये सब कभी हो रहा है, कलीसिया को उठा लिया जाने के बाद, रैप्चर करने के बाद इजराइल का परीक्षा का दिन का समय में के लिए है, ताकि वो लोग उद्धार पा सके. उसके विषय की संबंध की बातें हैं. तब उनको क्या करना पड़ेगा, सभी इजरायली लोगों को, वो लोग धीरज से उन लोगों को वाट जोते रहना पड़ेगा, इंतजार करना पड़ेगा, और सब बातों को उनको सहते सहते, जब ये युद्ध इतना दिन चलता रहेगा, उन सभी दिनों में उनको सहकर सहते सहते उनको धीरज से इंतजार करना पड़ेगा. तब उनका जब मसीह उनको आखिरी दिन में बचाने आएगा, तो तब वो जो लोग बचे हुए धीरज से वाट जोने वाले लोगों को प्रभु आकर बचाकर उनको लेकर जाएगा. तो वो इजराइल के संबंध में बोला गया है, कलीसिया के संबंध में नहीं. ഈ പശ്ചാത്തലത്തിലാണ് കർത്താവ് മത്തായി സുവിശേഷം 24 അധ്യായത്തിലെ 14 വാക്യത്തിൽ നമ്മൾ വായിച്ചത്. 13 വാക്യത്തിൽ മത്തായി 24:13, എന്നാൽ അവസാനത്തോളം സഹിക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് 1335 ദിവസങ്ങളിലുള്ള രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുകയും കഷ്ടങ്ങളിലൂടെ ഒരു കൂട്ടം ജനങ്ങളെ കർത്താവിനെ സ്വീകരിച്ച് മശിഹായുടെ വരവിന് വേണ്ടി അവർ ഒരുക്കപ്പെടുകയും ചെയ്യുമ്പോൾ, അപ്പോൾ ഈ സുവിശേഷം, രാജ്യത്തിന്റെ ഈ സുവിശേഷം ഭൂലോകത്തിലെങ്ങും പ്രസംഗിക്കപ്പെടും. കാരണം യഹൂദന്മാര് ഭൂലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ചിതറപ്പെടും. അവിടെ എല്ലാം ഈ രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം അതിനു മുൻപേ, അല്ലെങ്കിൽ ആ കർത്താവിന്റെ കൃപയുടെ സുവിശേഷം, അല്ലെങ്കിൽ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന സുവിശേഷത്തിന്റെ ചാപ്റ്റർ അടയുകയും വീണ്ടും കർത്താവും യോഹന്നാൻ സ്നാപകനും പ്രസംഗിച്ച രാജ്യത്തിന് സുവിശേഷം വീണ്ടും പുനരാവർത്തിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ചാണ് കർത്താവ് മത്തായിയുടെ സുവിശേഷം 24 അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത്. तो हम लोग मत्ती का पुस्तक उसका 24वां अध्याय उसका 13वां वाक्य में हम पढ़ते समय में, पर इस आधार पर है प्रभु वहां पर वो वाक्य कहता है 24 का 13 में, परंतु जो अंत दिन तक धीरज से धरेगा उसी का उद्धार होगा. तो अंत के दिन तक वो लोग धीरज से धरे रहने के लिए किसको बोल रहा है, ये इतने सालों तक जो वहां पर हम दानियल का पुस्तक में उसका 12 अध्याय में उसका 12 वाक्य में हम लोग जो पढ़ते समय में जो 1353 दिन का 1530 दिन का वर्णन जो वहां पर किया है, जो उतना दिन तक युद्ध जो जाएगा, आधारित समय से 75 दिन ज्यादा जाने वाला, उस समय तक के विषय के संबंध के बारे में है. वहां पर यीशु कह रहा है कि वहां पर धीरज से इंतजार करो. जो इजराइल के संबंध के विषय में प्रभु वहां पर बोल रहा है, वो कलीसिया को राजा रैप्चर हो जाने के बाद वहां पर फिर प्रभु क्या करेगा, जो इजराइल के जो चुने हुए लोग हैं, नियुक्त किए हुए लोग, दुनिया के अंत तक जाकर राज्य का सुसमाचार वो लोग करेंगे. तो जो यीशु ने और यूहन्ना बपतिस्मा देने वाले ने जो राज्य का सुसमाचार जो शुरू किया था, जिसको कलीसिया का स्थापना के बाद थोड़े समय के लिए रद्द कर दिया गया, उसको थोड़े समय के लिए रोका गया था, उसको दोबारा महाक्लेश का समय में रहेगा, दोबारा वो राज्य का सुसमाचार को दोबारा प्रचार किया जाएगा, और वो राज्य के अंत तक प्रचार करके
बोला जाएगा, जो अंत तक उसको सहकर उद्धार पाने के विषय में है, जो यहूदियों के संबंध में बोला गया है, वो उद्देश्य में है। प्रभु वहां पर 24वां अध्याय में बातें कहता है। അപ്പോൾ ഈ പ്രവചനങ്ങളെല്ലാം നിറവേറണമെങ്കിൽ യഹൂദൻ ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത് പോലെ എത്രയും വേഗം ഒരു ദേവാലയം പണിയപ്പെടണം. അപ്പോൾ അവരുടെ ഒരുക്കം കാണുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നു എന്നുള്ളത് പ്രത്യാശയോടെ നോക്കിക്കാണാൻ നമുക്ക് കർത്താവ് കൃപ തന്നിരിക്കുകയാണ്. കാരണം സഭയുടെ ഘടികാരം യഹൂദനാണ്. കാരണം യഹൂദനെ നോക്കിയാണ്, യഹൂദനിൽ വരാൻ പോകുന്ന മാറ്റങ്ങളാണ് നമ്മുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് എന്നുള്ളത് ഓർത്ത് സന്തോഷിപ്പാനും നമ്മൾ പാടുകയും നമ്മളെ പ്രത്യാശിക്കുകയും പോലെ മധ്യാകാശത്തിൽ കർത്താവ് വന്ന് സഭയെ എടുക്കാനുള്ള നാഴികക്കല്ലുകളാണ് നമ്മൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ നാഴികയിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ ഏറ്റവും വിലയേറിയ സമയത്താണ് നമ്മളായിരിക്കുന്നത്. ആയതുകൊണ്ട് കർത്താവ് നമ്മുടെ വീണ്ടെടുപ്പിന്റെ പ്രത്യക്ഷ അതിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, ഒരുങ്ങാം. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുമെന്ന പ്രത്യാശയിലൂടെ നമുക്കായിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കും. इसके लिए प्रियो, ये सब घटना अगर होना है तो दोबारा मंदिर बांधा जाना जरूरी है। जो तीसरा मंदिर जो अभी बांधा जाएगा उसके विषय में था, जो हमने शुरुआत में हमने देखा कि इजराइल का जो टेम्पल इंस्टीट्यूट ने ये बात ऐलान किया है कि बहुत जल्दी अब वो लोग वो तीसरा मंदिर को वो लोग बांधने के लिए आरंभ करने वाले हैं करके। तो ये सब तभी होगा ये जब वो मंदिर बांधने के बाद फिर वो मसीह विरोधी आएगा और वहां पर अंदर बैठकर उसको घृणित कर ये सब बातें, युद्ध का संभावना और राज्य का सुसमाचार का फैलाने की बातें, ये सब उस समय में मंदिर के विषय में होगा। तो उसके ये तो परंतु उसके पहले मंडली उठा लिया जाएगा। तो जब हम लोग ये ऐसा सब खबर जब हम सुनते समय में कि मंदिर दोबारा बांधे जा रहा है करके देखते समय में, हमें अपना बुलावट और हमें और प्रभु ने जो हमें आशा के लिए, जिस आशा के लिए बुलाया है, उस आशा में हमें और अधिक मजबूत से धीरज से हम धरकर मजबूती से हमारा विश्वास को पक्का करके अपने आप को समर्पण करके जीना है। क्योंकि उद्धार का दिन या हमारा रैप्चर होने का दिन बहुत नजदीक है। तो रैप्चर का दिन को हम लोग हमेशा इजराइल के साथ तुलना करते हैं। इसलिए जो कलीसिया का जो टाइम, जो क्लॉक है, घड़ी है, जिससे हम लोग ये एंटिसिपेट करते हैं कि रैप्चर बहुत जल्दी होने वाला है, वो उस मंदिर का खबर के अनुसार है। यानी कि इजराइल है वो घड़ी जिसे आधारित करते हैं कि बहुत जल्दी कलीसिया उठा लिया जाएगा। इसलिए प्रियो, हम लोग अभी वो अंतिम दिनों में हम लोग पहुंच चुके हैं, अंतिम समयों में अभी हम जी रहे हैं कि बहुत जल्दी प्रभु हमें आएगा और बादलों में ले जाएगा। ये बातों को देखकर इसके लिए हमें अपना दिनों को और अपना समय को प्रभु की उपस्थिति में समर्पण करें, क्योंकि प्रभु बहुत जल्दी आने वाला है और हमें लेकर जाएगा करके ये बात को देखकर हमें आशा धरकर आनंद से प्रभु का वाट जोते हुए प्रभु में समर्पण करें। प्रभु हम सबको सहायता करें। അപ്പം ശിഷ്യന്മാര് ചോദിച്ച കർത്താവിന്റെ വരവിനും ലോകാവസാനത്തിനും അതിന്റെ അടയാളം എന്ത് എന്ന് ചോദിച്ചതിന് കർത്താവ് പറഞ്ഞ ഉത്തരം ഗ്രഹിക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു പശ്ചാത്തലം ഗ്രഹിക്കേണ്ടത് ആവശ്യമാണ്. तो जब चेले लोगों ने वहां पर मत्ती का सुसमाचार 24वां अध्याय में जब सवाल पूछा कि ये प्रभु तेरा आगमन का और दुनिया का अंत का, जगत का अंत का विषय में क्या चिन्ह है करके जो सवाल जो चेले लोग ने पूछा, उसका जवाब समझने के लिए ये बैकग्राउंड जानना बहुत जरूरी है। उसके विषय में था ये बैकग्राउंड, ये विषयों को बताया गया है। സഹോദരന്മാരെ, ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. यस, सबको सहायता करे उस विषय। अगर भाइयों को कुछ पूछना है तो पूछ सकते हैं। ഇല്ലെങ്കിൽ